ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ ശക്തിയാണ്. നിന്റെ ക്ഷീണിച്ച അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ചരിത്രമറിയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപപ്രവൃത്തി ചെയ്തതോടുകൂടി തനിക്കുണ്ടായിരുന്ന അധികാരം മുഴുവൻ ആരെടുത്തുകൊണ്ടുപോയി? സാത്താൻ എടുത്തുകൊണ്ടുപോയി. അതാ സംഭവിച്ചത്. ഹൗവായും ആദവും ചെയ്ത പാപപ്രവൃത്തിയിലൂടെ തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ മേലുള്ള അധികാരം മുഴുവൻ ആരെടുത്തുകൊണ്ടുപോകും? സാത്താൻ എടുത്തുകൊണ്ടുപോകും. അതുകൊണ്ടാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്, പാപം ചെയ്യുന്നവൻ ആരുടെ അടിമ? പാപത്തിൻ്റെ അടിമ. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ. പറഞ്ഞേ. സ്വന്തമായിട്ട് ആ വ്യക്തിക്ക് പിന്നെ ഒന്നുമില്ല, സ്വാതന്ത്ര്യമില്ല, അടിമയാണ്. അടിമ. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ, ലൂക്ക് ചാപ്റ്റർ 4:6, ഈശോയോട് സാത്താൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയണമെന്നറിയോ? മരുഭൂമിയിലെ പ്രലോഭന അവസരത്തിൽ സാത്താൻ ഇതാ ഈശോയോട് പറയാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും എൻ്റെ അല്ല, പക്ഷെ ഇതെല്ലാം ആരോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഒന്നും എൻ്റെ സ്വന്തമല്ല, പക്ഷേ ഇതെല്ലാം ആരോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. സർപ്പം പറഞ്ഞതാ, സാത്താൻ പറഞ്ഞതാ. എൻ്റെ പ്രിയരെ, സാത്താൻ അങ്ങനെ പറയാൻ എന്താ കാരണം? പാപം ചെയ്തതോടുകൂടി നമ്മുടെ മേലുള്ള അധികാരം മുഴുവൻ സാത്താൻ എടുത്തുകൊണ്ട് പോയി. എന്നാൽ ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യം. യേശു കുരിശിൽ മരിച്ചപ്പോൾ ഇതാ എന്ത് സംഭവിച്ചു? തൻ്റെ രക്തം വിലയായി കൊടുത്ത് സാത്താന്റെ ആധിപത്യത്തിൽ നിന്നും നമ്മളെ തിരിച്ചു പിടിച്ചു. ഇപ്പോൾ നമ്മൾ ആരുടെയാണ്? യേശുവിൻ്റെ സ്വന്തമാണ്. വലതുകരമുയർത്തി ഒച്ചത്തിൽ പറ, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഇങ്ങനെ ഉണങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ബലത്തിൽ പറ, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറയും, നീ യേശുവിന്റെ സ്വന്തമാണ്. ഈ യേശു നിനക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? മത്തായി 28:18, സ്വർഗത്തിന്റെയും ഭൂമിയുടെ മേൽ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താൻ എടുത്തോണ്ട് പോയതിനെ ഈശോ തിരിച്ചു പിടിച്ചു. എന്നിട്ട് ഈശോ പറയാണ്, എൻ്റെ പ്രിയ മക്കളെ, ഇപ്പോൾ അധികാരം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലൂക്കാസ് വിശേഷം ഇത് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. 9-ാം അധ്യായം ഒന്ന് വായിച്ചേ. ലൂക്കാസ് വിശേഷം 9-ാം അധ്യായം 1-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 9:1. ഇവിടെ ഇരിക്കുന്ന നമുക്ക് വേണ്ടി കർത്താവ് നൽകുന്നൊരു വാഗ്ദാനം വായിച്ചോളൂ. വായിച്ചേ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അവർക്ക് 2 കാര്യങ്ങൾ കൊടുത്തു. എന്തൊക്കെ കൊടുത്തു? അധികാരവും ശക്തിയും കൊടുത്തു. അത് ശ്രദ്ധിച്ചേ. ഈശോ ഇതാ ശിഷ്യന്മാരെ വിളിച്ച്, എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് നമുക്കൊരു കാര്യം സമ്മാനിക്കുകയാണ്. എന്തൊക്കെയാണ്? വചനം പഠിപ്പിക്കുകയാണ്. അധികാരവും ശക്തിയും. 2 വാക്കുകളാണ്. അധികാരവും ശക്തിയും. പറഞ്ഞേ, 2 വാക്കുകൾ പറഞ്ഞേ. അധികാരം എന്ന് പറഞ്ഞാൽ അതോറിറ്റി. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ. അധികാരവും ശക്തിയും രണ്ടും 2 കാര്യങ്ങളാണ്, 2 പ്രവൃത്തികളാണ്, 2 ശൈലികളാണ്. അതുകൊണ്ട് അത് വാക്കുകൾ അറിഞ്ഞിരിക്കണം. അധികാരവും ശക്തിയും. പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ ഗ്രീക്ക് ഭാഷയിൽ 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അധികാരം, അതോറിറ്റി എന്ന് പറയുന്നതിന് അവരുപയോഗിക്കുന്നത് എക്സോസിസ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൽപ്പിക്കാൻ, ഒരു കാര്യം ഭരിക്കാൻ, നിയമപരമായിട്ടുള്ള അധികാരം. നിയമപരമായിട്ടുള്ളൊരു അധികാരം, അതായത് മറ്റൊരാളിൽ നിന്ന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അധികാരം ഈ വ്യക്തിക്കുണ്ട്. പക്ഷേ പവറില്ല, ശക്തിയില്ല.
ശക്തി എന്നുള്ളതിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷ അത് ഡുനാമിസ് എന്നാണ്. ഏതാണ് വാക്ക്? ഡുനാമിസ്. പറഞ്ഞേ, ഡുനാമിസ്. അതിൽ നിന്നാണ് ഡൈനാമിറ്റ് എന്നൊക്കെ പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയാണ്, സ്വർഗത്തിന്റെ ശക്തിയാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിന്റെ ശക്തി, ശക്തി, പവർ, പവർ, ശക്തി. ശക്തിയുടെ പ്രത്യേകത എന്താ? ശക്തിക്ക് നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുന്നത് ഇതൊരു പ്രവർത്തിക്കാൻ, അല്ലാതെ ബലം, ശക്തി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ അധികാരം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഈ ശക്തിയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉദാഹരണം ഇങ്ങോട്ട് നോക്കിക്കേ, നിവർന്നിരുന്നേ. ട്രാഫിക് സിഗ്നൽ എവിടെയാണ്? ട്രാഫിക് സിഗ്നലിൽ, റോട്ടിൽ ഇതാ പോലീസുകാരൻ, ട്രാഫിക് പോലീസുകാരൻ ഒരു ബോർഡും പിടിച്ചോണ്ട്, സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ബോർഡും പിടിച്ചോണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് വലിയ ഒരു ടാങ്കർ ലോറി വരുവാണ്. ടാങ്കർ ലോറിക്കാണോ ട്രാഫിക് പോലീസുകാരനാണോ ശക്തി കൂടുതൽ? പറ. ടാങ്കർ ലോറിക്കാണോ പോലീസുകാരനാണോ ശക്തി കൂടുതൽ? ടാങ്കർ ലോറി നല്ല പവറല്ലേ, ശക്തിയല്ലേ. ഓടി വന്നു കഴിഞ്ഞാൽ ഒറ്റ ഇടി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ തെറിച്ചു പോകും. ടാങ്കർ ലോറി വരുന്നു, പക്ഷേ ഈ ട്രാഫിക് പോലീസുകാരൻ ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന ബോർഡ് കാണിക്കുന്നു. ടാങ്കർ ലോറി അവിടെ ചവിട്ടി നിൽക്കുന്നു. കാരണം ശക്തിയുണ്ട്, പക്ഷെ എന്തില്ല? ടാങ്കർ ലോറി ഓടിക്കുന്നവനും ടാങ്കർ ലോറിക്കും അധികാരമില്ല. അധികാരമുള്ളവൻ ഇതും പിടിച്ചോണ്ട് നിൽക്കുക. ആരുടേത്? ഗവൺമെന്റിന്റെ അധികാരം കിട്ടിയ ട്രാഫിക് പോലീസുകാരൻ സ്റ്റോപ്പ് എന്ന് കാണിക്കുമ്പോഴത്തേക്ക് അത് നിൽക്കുന്നു. അധികാരം, ശക്തി മറ്റൊന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഒരു കലാപം നടക്കുന്നു, പ്രക്ഷുബ്ധമായ കലാപം നടക്കുന്നു. കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പോലീസുകാർ മുഴുവൻ അതിന് വട്ടം കൂടി നിൽക്കുന്നു. പോലീസുകാരുടെ കയ്യിൽ തോക്കുണ്ട്. ഇവർക്ക് അധികാരമുണ്ടോ ഇതെടുത്ത് പൊട്ടിക്കാൻ? ഇല്ല. അധികാരം ആര് കൊടുക്കണം? ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞൊരാളുണ്ട്. കളക്ടർ അധികാരം കൊടുക്കണം. തോക്കെടുത്ത് പൊട്ടിച്ചോടാ. കളക്ടറുടെ കയ്യിൽ തോക്കൊന്നുമില്ല, പക്ഷെ കളക്ടറുടെ കയ്യിൽ എന്തുണ്ട്? അധികാരമുണ്ട്. അധികാരമുണ്ട്. അതോറിറ്റി അയാൾ പറയും, അധികാരം പറയും. തോക്കുള്ളവൻ അവിടെ ഇരിപ്പുണ്ട്, അവൻ അതിൽ തന്നെ തോക്കെടുത്ത് പൊട്ടിക്കാൻ അധികാരമൊന്നുമില്ല, പക്ഷെ അവന്റെ കയ്യിൽ ആയുധം ഇരിപ്പുണ്ട്. കളക്ടർ അധികാരം കൊടുക്കുന്നു. ഈ തോക്കുള്ള പോലീസുകാരൻ അധികാരം കിട്ടിക്കഴിയുമ്പോൾ അതെടുത്ത് പൊട്ടിക്കും. അല്ലാതെ അവന് തോന്നുമ്പോൾ എടുത്ത് പൊട്ടിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അധികാരം വേറെ, ശക്തി വേറെ, പവർ വേറെ, അതോറിറ്റി വേറെ. ഈശോ ഇതാ ശിഷ്യന്മാരെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? 9-ാം അധ്യായം 1-ാം വചനം വായിച്ചേ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ. ഇങ്ങോട്ട് നോക്കിക്കേ. കുറച്ച് പിശാചുക്കളുടെ മേലെന്നാണോ? ആണോ? അല്ലെന്ന്. കുറച്ച് കൂടോത്രത്തിന്റെ മേൽ, കുറച്ച് കൈവശത്തിന്റെ മേൽ, കുറച്ച് മന്ത്രവാദത്തിന്റെ മേൽ, അല്ലെങ്കിൽ കുറച്ച് ഏരിയ തിരിച്ച് ഇരിഞ്ഞാലക്കുടയിലുള്ള പിശാചിന്റെ മേൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെയുള്ള പിശാചിന്റെ മേൽ ആണോ? അല്ലല്ല. വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത് സകല പിശാചുക്കളുടെയും മേൽ. ശ്രദ്ധിച്ചോണം. സകല പിശാചുക്കളുടെയും മേൽ എന്തു കൊടുത്തു? അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. 2 കാര്യം. അധികാരവും കൊടുത്തു, ശക്തിയും കൊടുത്തു. അതോറിറ്റി ആൻഡ് പവർ, അധികാരവും ശക്തിയും കൊടുത്തു. സ്വർത്തിപ്പറ ഹല്ലേലൂയ. ഈ അധികാരവും ശക്തിയും ആർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്? സഹോദരാ, സഹോദരി, ആർക്കുണ്ട്? പറ. ആർക്കുണ്ട്? ഒരു ബലയില്ലല്ലോ. എൻ്റെ അച്ഛ ഇതൊക്കെ ഞങ്ങൾക്കുണ്ടോ അച്ഛ? ഞങ്ങൾക്ക് അറിയത്തില്ല. ഉണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓൺലൈനിൽ പങ്കെടുക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അധികാരവും ശക്തിയും മാമോദീസ ജലം നിന്റെ തലയിൽ വീണപ്പോൾ കർത്താവ് നിനക്ക് സമ്മാനിക്കുന്ന ഒരു സമ്മാനമാണ് സകല തിന്മകളുടെയും മേൽ അധികാരവും ശക്തിയും. സ്വരത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പിശാചിനെ പേടിച്ചോടേണ്ടവനല്ല. പിശാച് നിന്നെ പേടിച്ചോടണം. പുരിഞ്ചാച്ച പിടികിട്ടിയോ? ഇപ്പൊ എന്നാ സംഭവിക്കണത്? ഓടിടാ ഓട്ടം, ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാൻ വന്നു. ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ 8ാമത്തെ വീട്ടിലാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. 8ാമത്തെ സ്ഥലം കേരളത്തിലെ ഇന്ന ജില്ല തൊട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എന്നാന്നറിയോ?
അച്ഛാ അവിടെ താമസിച്ചപ്പോഴേ അവിടെ മൊത്തം പ്രശ്നം. പിന്നെ അവിടെ വിട്ടു, അടുത്ത സ്ഥലം. ഇപ്പൊ 8ാമത്തെ സ്ഥലത്താ. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു അസ്വസ്ഥത. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ. അച്ഛൻ വല്ലതും കാണുന്നുണ്ടോ? ഞാൻ എൻ്റെ വീടിൻ്റെ ആ പ്രദേശത്ത് വല്ലതും കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി അവിടെ വിട്ട് അടുത്ത സ്ഥലത്തോട്ട് ഓടാനാ. നീ ഇത് എത്ര നാൾ ഓടിക്കൊണ്ടിരിക്കും? നിനക്കിത് ഓടാനല്ലേ സമയമുള്ളൂ. നീ ഓടേണ്ട വ്യക്തിയല്ലെന്ന്. ഓടാൻ പോയി കഴിഞ്ഞാൽ ജീവിതം രാവിലെ തൊട്ട് ഓടാനേ സമയമുള്ളൂ. നീ ഓടേണ്ടവനല്ല, മറിച്ച് പിശാച് നിന്നെ പേടിച്ചോടണം. അടുത്തിരിക്കുന്ന ആളോട് പറ, പിശാച് നിന്നെ പേടിച്ചോടണം. ആ ഇരിപ്പ് കണ്ടാ മതി. പിശാച് നിന്നെ പേടിച്ചോടണം. അതിനെ ഇങ്ങനെ വളഞ്ഞുകൂടി ഇരുന്നാൽ പോരാ. അധികാരവും ശക്തിയും കിട്ടിയ വ്യക്തി അതനുസരിച്ച് അത് ഉപയോഗിക്കണം. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലാതെ തലയ്ക്കകത്ത് ഇത് മുഴുവൻ കൊണ്ട് നടന്ന് അവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയോ ദൈവമേ എന്ത് ചെയ്യും, ഇത് ആലോചിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഇത് ആലോചിച്ചോണ്ടിരിക്കാനേ സമയമുള്ളൂ. സ്വർമയത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ ഈ ഭൂമിയിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മാതൃക എന്താ? ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം അതിന്റെ 36-ാം തിരുവചനം വായിച്ചേ. ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 36. 4-ാം അധ്യായം അതിന്റെ 36-ാം തിരുവചനം വായിച്ചോ. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ. കണ്ടോ, അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അധികാരത്തോടും ശക്തിയോടും കൂടെ കൽപ്പിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ഡെലിവറൻസ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ മണ്ണിൽ, ആ അന്തരീക്ഷത്തിൽ, ആ സാഹചര്യത്തിൽ പൈശാചിക പീഡകൾ വിട്ടുപോകുന്നത്. ഇവിടെയാണ് നമുക്കൊരു കുഴപ്പമുള്ളത്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യമില്ല. നമുക്ക് തന്നെ ഒരു ജ്ഞാനമില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് വീണു പോകുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പറയുന്നു നിന്റെ വീട്ടിൽ അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഉടനെ തന്നെ നമ്മൾ വീണു പോകുന്നു. പിന്നെ 24 മണിക്കൂർ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഉറക്കം കിട്ടുന്നില്ല, പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താളം തെറ്റിപ്പോകുന്നു. ഇത് അവിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നീ പിശാചിനെ പേടിച്ചോടേണ്ടവനല്ല, പിശാച് നിന്നെ പേടിച്ചോടേണ്ടവനാണ്. കാരണം എന്തെന്നറിയോ? നിനക്ക് ഇതിനുള്ള അധികാരവും ശക്തിയും നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം, കാണാതെ അറിയാവുന്ന വചനമല്ല പറഞ്ഞേ, ആക്ട്സ് 1:8. ഏതാ വചനം? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി കണ്ടോ, ശക്തി. ഇതിനെക്കുറിച്ച് കൃപ കിട്ടണമെങ്കിൽ, ശക്തി കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ശക്തി കിട്ടും. കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ കാര്യം? വായിച്ചേ. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ശക്തി ലഭിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും. കണ്ടോ. അതായത് ഇപ്പോൾ ഇത് തിരിച്ചറിയേണ്ട വ്യക്തിയാണ് നീ. ഈ ശക്തി ലഭിക്കുമ്പോൾ ഞാൻ ഈ ഭൂമി മുഴുവൻ, ജെറുസലേമിൽ, സമരിയായിൽ, യൂദയായിൽ, ഈ ഭൂമിയുടെ അതിർത്തികൾ വരെ ഈ പറഞ്ഞ കാര്യം പ്രഖ്യാപിക്കണം, ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ ഇങ്ങോട്ട് നോക്കിക്കേ. ഭൂമിയുടെ അതിർത്തി വരെ പോയില്ലെങ്കിലും അയൽവാസിയുടെ വീട് വരെയെങ്കിലും പോയി ഇത് ചെയ്യണം. അതിർത്തി വരെ ഒന്നും പോയില്ലെങ്കിലും സാരയില്ല, തൊട്ടടുത്തുള്ള വീട്ടിലേക്കെങ്കിലും ഒന്ന് പോയി ഇത് ചെയ്യണം. ഏത്? ഈ പറഞ്ഞ അധികാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, അതിർത്തി വരെ പോയില്ലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും പോകണം. പറഞ്ഞുകൊടു. അതിർത്തി വരെ പോയില്ലെങ്കിലും ജെറുസലേമിലും യൂദയായാലും സമരിയായാലും അവിടം വരെ ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ വേണ്ട, പോകണ്ട. നിന്റെ വീടിന് ചുറ്റും, നിന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന അന്തരീക്ഷത്തിൽ, ആ വീട്ടിലെങ്കിലും ഈ ഒരു ദൗത്യം ചെയ്യാൻ നിനക്ക് കൃപയുണ്ട്. ഇത് നമ്മുടെ കഴിവല്ലെന്ന്, നമുക്ക് ദൈവം തരുന്ന വലിയൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് ഉപയോഗിക്കണം. നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. അതാണ് പ്രത്യേകത. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ.
ഇത് ഉപയോഗിക്കാൻ ചെയ്യാനുള്ള കൃപയാണ് ദൈവമക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം ഈ സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് തിന്മകൾക്ക് മേൽ അധികാരം, ഇത് മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ. 1 സാമുവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 17-ാം അധ്യായം 45-ാം തിരുവചനം. ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവേൽ ചാപ്റ്റർ 17 വേഴ്സ് 45. അവിടെ നമ്മൾ വായിക്കുന്നത് ദാവീദിനെ കുറിച്ചാണ്. ദാവീദും ഗോലിയാത്തും. ഇതിൽ ആരാ ശക്തൻ? ആരാ? ഗോലിയാത്താണോ ദാവീദാണോ ശക്തൻ? അറിയാവുന്നത് പറ. അറിയാം, ഗോലിയാത്ത് ഇങ്ങനെ വലിയ ഹിമാലയ പർവ്വതം പോലെ നിൽക്കുവാണ്. ദാവീദ് ഒരു പീറ ചെറുക്കൻ. ശക്തി, ഫിസിക്കൽ ഫിറ്റ്നസ്, ശക്തി എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഗോലിയാത്തിനാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 45-ാം തിരുവചനം വായിച്ചാലോ? 45-ാം വചനം വായിച്ചേ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുള്ളിയുമായി, വാളും കുന്തവും ചാട്ടുള്ളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നീ എൻ്റെ മുമ്പിൽ വലിയ ആയുധങ്ങളും വലിയ പടക്കോപ്പുമായിട്ട് നിൽക്കുന്നു. പക്ഷേ എടാ ഭീകരനായ മനുഷ്യ, നീ ഓർക്കണം, ഞാൻ നിൽക്കുന്നത് എങ്ങനെയാ? സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും ഇത് തന്നെയാണ്. നിന്റെ ജീവിതത്തിൽ നിന്നെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നു, ഭാരപ്പെടുന്നു, നിനക്കെതിരെ പല പ്രവൃത്തിയും ചെയ്യുന്നു, നീ അപ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? എടാ, നീ എനിക്കെതിരെ പല ആയുധങ്ങളും, നിനക്ക് ഇഷ്ടം ചിലപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ പിൻബലം ഉണ്ടാവും. എനിക്ക് രാഷ്ട്രീയക്കാരും ഇല്ല. നിനക്ക് കുടുംബക്കാർ കൂടെ ഉണ്ടാവും, നിനക്ക് നാട്ടുകാർ കൂടെ ഉണ്ടാവും, നിനക്ക് ഇഷ്ടം പോലെ വിളിച്ചാൽ വരുന്ന ആൾ എനിക്ക് ആരും ഇല്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ദാവീദ് പറഞ്ഞതുപോലെ നീയും പറയണം, നീ എനിക്കെതിരെ ആയുധങ്ങളുമായിട്ട് വന്നിരിക്കുന്നു, എന്നാൽ ഞാൻ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിലാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തൊട്ടടുത്ത വചനത്തില് ദാവീദ് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. വായിച്ചോ, 46-ാം വചനം വായിച്ചേ. കർത്താവ് നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. കണ്ടാ എന്തൊരു ആത്മവിശ്വാസാണെന്നേ, എന്തൊരു ആത്മവിശ്വാസം. ഇവൻ ദാവീദ് ഗോലിയാത്തിനോട് പറയാ, കർത്താവ് എടാ നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. അടുത്ത വചനം കേട്ടോ. ഞാൻ നിന്നെ വീഴ്ത്തും. ഞാൻ നിന്നെ വീഴ്ത്തിയേക്കാം, സാധ്യതയുണ്ട്. ആണോ? അല്ലല്ല, ഞാൻ നിന്നെ വീഴ്ത്തും. അടുത്തത്, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. യെസ്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ലോകമെല്ലാം അറിയും. ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. അടുത്ത വചനം കൂടെ വായിച്ചോ. ഇത് ദാവീദിന്റെ പ്രഖ്യാപനമാണ്. വായിച്ചോ. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. കണ്ടോ, കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇന്നത്തെ ദിവസത്തിൽ നിനക്കിത് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇത് പ്രഖ്യാപിച്ചാലുണ്ടല്ലോ, കാലങ്ങളായിട്ട് നീ കൊണ്ടു നടക്കുന്ന പല ദുരിതങ്ങൾക്കും അറുതി വരും. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ദാവീദ് പ്രഖ്യാപിച്ചത് ഈ ശുശ്രൂഷ സമയത്തിന്റെ പ്രിയരെ നീയും പ്രഖ്യാപിക്കണം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ്, കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പ്രഖ്യാപിച്ചതാണ്, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, എന്റേതല്ലെന്ന്. ഈ യുദ്ധം കർത്താവിൻ്റെതാണെന്ന്. നിന്റെ വീട്ടിലെ പ്രശ്നത്തിന്റെ മുമ്പിൽ നീ എന്താ പറയേണ്ടത്? ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം? നീ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, നീ ഈ പ്രശ്നം ആരുടേതാ? ദൈവത്തിൻ്റെതാണ്, കർത്താവിൻ്റെതാണെന്ന്. അതാണ് ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ നിന്ന് വരുന്നത് ആ ഉത്തരം. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. ഹല്ലേലൂയ. സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കത്തിന്റെ മുമ്പിൽ നീ ഇരുന്നുകൊണ്ട് ഇതെങ്ങനെ വീട്ടിൽ തീർക്കും, നീ നിന്നിലാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയുടെ ഭാഷ എന്തായിരിക്കും? ഇത് കർത്താവിൻ്റെതാണ്, കർത്താവ് ഇടപെടും. നിന്റെ മകന്റെ കാര്യം, മകളുടെ കാര്യം, കല്യാണം നടക്കുന്നില്ല, അയ്യോ എങ്ങനെ ചെയ്യും. നീ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ഡിപ്രഷൻ അടിച്ച്, നിനക്ക് മരുന്ന് കഴിച്ച്, നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ട് നീ ഭാരപ്പെടും. നീ വിശ്വസിക്കേണ്ടത് ഈ കാര്യം ഇത് ദൈവത്തിന്റെ കാര്യമാണെന്ന്, ദൈവം നടത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പഠിപ്പിക്കുകയാണ്, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്, നിന്റെതല്ല. ഇത് കർത്താവിൻ്റെതാണ്, കർത്താവ് നോക്കിക്കൊള്ളും. രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ആമേൻ. മുട്ടുകുത്തുക. പരിശുദ്ധാരാധനയുടെ സമയമാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച കാര്യം വെളിപ്പെടുന്ന സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആരാധന സമയത്ത് കാലങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള അപ്രകാരമുള്ള തിന്മകൾ, ചില കുടുംബങ്ങളിൽ അനേക തടസ്സങ്ങൾ ഇപ്രകാരം മേഖലകളിലുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയുടെ ഗീതം നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ചേർന്ന് പാടിക്കേ. ആരാധന, ആമേൻ. ഈശോ, ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഭിഷേകത്തിൽ എന്നെ നയിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റു നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അധികാരവും ശക്തിയും ലഭിക്കപ്പെട്ട ദൈവജനമാണ് നമ്മൾ. ഈ പരിശുദ്ധ അൾത്താര നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്നത് ഈ വലിയ ഒരു സ്വർഗ സൗഭാഗ്യത്തെ ഓർമ്മപ്പെടുത്താനാണ്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? പ്രത്യേകിച്ച് നിനക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു തിന്മ പ്രവൃത്തി ചെയ്തു, അതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും നിനക്കെതിരെ കൂടോത്രം, മന്ത്രവാദം, ശത്രു സംഹാര പൂജ ഇങ്ങനെ തുടങ്ങി
അനേക തരത്തിലുള്ളൊരു തിന്മ ചെയ്തത് കൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ രോഗങ്ങൾ, ഇങ്ങനെ മരണങ്ങൾ, ഇങ്ങനെ തടസ്സങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ ഈ പരിശുദ്ധ അൾത്താര നിന്നോട് പറയുന്നത്, ലൂക്കാസ് വിശേഷം 10:19 നീ ഉള്ളിലേറ്റെടുക്കൂ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല തിന്മകളുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. സകല തിന്മ ശക്തികളുടെയും മേൽ. തിന്മയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, പക്ഷേ നിനക്ക് അധികാരം നൽകപ്പെട്ട വ്യക്തിയാണ്. അധികാരം നൽകപ്പെട്ട വ്യക്തിയാണ്. അധികാരം ലഭിക്കപ്പെട്ട വ്യക്തി അധികാരം ഉപയോഗിക്കാൻ കടപ്പാടുള്ള വ്യക്തിയാണ്. മത്തായി സുവിശേഷം 28:18 പഠിപ്പിച്ചില്ലേ? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ ഇതാ സകലത്തിൻ്റെയും അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരത്തിൽ പങ്കുപറ്റാൻ എന്നെയും നിന്നെയും ഇതാ ഈശോ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ ഉയർത്തിപ്പിടിച്ച കൈകളിൽ നമ്മുടെ മനസ്സിലുള്ള സകല ഭാരങ്ങളും കൊടുക്കുക, സകല പ്രശ്നങ്ങളും കൊടുക്കുക. ഒരുപക്ഷെ നീണ്ട നാളായി വിവാഹം ആലോചനകൾ നടക്കുന്നു, പക്ഷേ മകളുടെ കല്യാണം നടക്കുന്നില്ല. ദുഃഖിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദര, സഹോദരി, ദേ പ്രാർത്ഥിച്ചോ. നീ എന്താ ചിന്തിച്ചിരിക്കുന്നത്? മറ്റുള്ളവർ കാരണമാണ് ഈ കല്യാണം നടക്കാത്തതെന്നാണോ? മറ്റുള്ളവർ അങ്ങനെ ചെയ്തത് കൊണ്ടെന്നാണോ? എന്നാൽ നിന്റെ അധികാരം ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും. നിനക്കൊരു വീട് വയ്ക്കാൻ പറ്റാത്തത് അയൽവാസികൾ നിനക്കെതിരെ എന്തോ പ്രയോഗിച്ചു എന്നുള്ളത് ചിന്ത കൊണ്ടാണോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അധികാരത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ലൂക്കാസ് വിശേഷം 10:19 വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിൽ രോഗപീഠകൾ ഉണ്ടാകുന്നതിന് കാരണം ആരോ നിനക്കെതിരെ എന്തോ ചെയ്തു എന്നുള്ള ചിന്തയാണോ? ലൂക്കാസ് വിശേഷം 10:19 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതത്തിൽ ജോലി തടസ്സം നിനക്കുള്ളത്, പലതരത്തിലുള്ള ഭാരങ്ങൾ നിന്റെ കുടുംബത്തിലുള്ളത്, ബന്ധ തകർച്ചയുള്ളത് ആരോ നിനക്കെതിരെ എന്തോ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണോ? ലൂക്കാസ് വിശേഷം 10:19 വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല തിന്മകളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഈ കൃപയാൽ, ഈ വചനത്താൽ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ കാലങ്ങളായി ഞങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ ഈ പരിശുദ്ധ അൾത്താരയിൽ ഇതാ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട അഭിഷേക അധികാരത്താൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്താൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ സകല തിന്മകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ ഞങ്ങളെ വിട്ടു പോവുക. നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടി പായിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിട്ട് ദൂരെ പോവുക. ഞങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിന് സമാധാനം തകർക്കുന്ന തിന്മകളെ യേശു നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ വിട്ട് ദൂരെ പോവുക. ഞങ്ങളുടെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ യേശു നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളെ വിട്ട് ദൂരെ പോവുക. ഞങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. ഞങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. എൻ്റെ പ്രിയരെ, 2 കരങ്ങളും ഉയർത്തി നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ഡെലിവറൻസ് വേണ്ടത് ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മകന് വേണ്ടി പ്രാർത്ഥിക്കുക, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാർത്ഥിക്കേണ്ട ഏതെല്ലാം മേഖലകൾ തെളിഞ്ഞു വരുന്നുണ്ടോ അതെല്ലാം സമർപ്പിച്ച് ഈ ശുശ്രൂഷ സമയത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്താൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ തന്ത്രങ്ങൾ ദൂരെ പോവട്ടെ. ഞങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ വിശ്വസിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച്, യേശുവേന്ന് വിളിച്ച് ദൈവജനം പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. തിന്മയുടെ മേൽ അധികാരമുള്ള കർത്താവിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ, ഇപ്പോൾ വെളിപ്പെടട്ടെ. പാരമ്പര്യ പീഡകൾ കെട്ടഴിയട്ടെ, പാരമ്പര്യ രോഗങ്ങൾ കെട്ടഴിയട്ടെ, ശാപപീഡകൾ കെട്ടഴിയട്ടെ, ദുഃഖ ദുരിതങ്ങൾ കെട്ടഴിയട്ടെ, അപകട മരണങ്ങൾ കെട്ടഴിയട്ടെ, ആത്മഹത്യ ചിന്തകൾ കെട്ടഴിയട്ടെ, മാനസിക രോഗപീഠകൾ കെട്ടഴിയട്ടെ, ദുഃഖങ്ങൾ കെട്ടഴിയട്ടെ, വിവാഹ തടസ്സം കെട്ടഴിയട്ടെ, കുടുംബത്തിലെ ജോലിയില്ലായ്മ കെട്ടഴിയട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു.
ഷോ mighty power. കൈയടിച്ച് വിശ്വസിച്ചു യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താനെ ഞങ്ങൾ വിട്ടു പോവട്ടെ. യെസ്, ദൈവജനം നിങ്ങൾ നിൽക്കുന്നിടങ്ങളിൽ കരങ്ങളടിച്ച് ചേർന്നു കോട്ടകൾ ജയകൊടി എതിർക്കുവിൻ. ആമേൻ. കോട്ടകൾ ജയകൊടി എതിർക്കുവിൻ. ആമേൻ, ആമേൻ.